നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാനിക്. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അലേർട്ട് ടൈപ്പ് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ് നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. കൊറോണ വൈറസ് മൊബൈൽ ഫോണിലൂടെയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിലൂടെയോ പകരുമോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. സോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഇത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഈ കണ്ടന്റ് ചെയ്യുന്നത്. സോ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ അവസരം വരെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സുഹൃത്തുക്കളെ, ഞാനിങ്ങനെ കുറച്ച് ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ ഒരു ആർട്ടിക്കിൾ കാണുന്നുണ്ടായി. അതിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫോണ് കണ്ടിന്യൂസ് ആയിട്ട് സാനിറ്റൈസർ വെച്ചിട്ടോ അല്ലെങ്കിൽ ആൽക്കഹോൾ കണ്ടന്റുള്ള എന്തെങ്കിലും സാധനം വെച്ച് ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നുണ്ടായി. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് അതിലും വൈറസ് കണ്ടന്റ് ഉണ്ടാകാനുള്ള സാധ്യത എന്നുള്ളതാണ്. സോ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നതിലൂടെ വൈറസ് വരും. തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിലൂടെ വൈറസ് ഒരിക്കലും വരില്ല. പക്ഷേ മൊബൈൽ ഫോണിലൂടെ വൈറസ് വരാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ ചെറിയ എക്സാമ്പിളിലൂടെ പറയാം. ഒരു എക്സാമ്പിൾ, നമ്മൾ മോളിലോ കടയിലോ എവിടെയെങ്കിലും പോകുന്നു, അവിടെ പോയി സാധനങ്ങൾ വാങ്ങുന്നു. ആ സാധനങ്ങളിൽ ഒരുപക്ഷെ വൈറസ് അഫക്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും തൊട്ടിട്ടുണ്ടാവും. സോ നമ്മുടെ കയ്യിൽ ഉറപ്പായിട്ടും വൈറസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ കാശ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. കാശാണ് ഏറ്റവും കൂടുതൽ വൈറസിനുള്ള സാധ്യത. കാരണം ഇത് ആരുടെ കയ്യിൽ നിന്നൊക്കെയാണ് കറങ്ങി വരുന്നത് നമുക്കറിയില്ല, എന്തൊക്കെ അസുഖങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് വരുന്നത് നമുക്കറിയില്ല. സോ അതിലും വൈറസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ ഇതെല്ലാം കയ്യിൽ വെച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സമയത്തും നമ്മുടെ ഉള്ള സാധനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ 24/7 നമ്മുടെ കയ്യിലുള്ള ഒരു സാധനമാണ് മൊബൈൽ ഫോൺ. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും ഡേഞ്ചറായി മാറുന്നത്. കാരണം നമ്മൾ കാശ് എക്സ്ചേഞ്ച് ചെയ്തു, നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടി, ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ വൈറസ് ഉണ്ടാവും, നമ്മുടെ കയ്യിൽ ഫോണും ഉണ്ടാവും. നമ്മൾ വീട്ടിൽ വരുന്നു, ഫോൺ മാറ്റി വയ്ക്കുന്നു, കൈയൊക്കെ സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുന്നു. എന്നിട്ട് പിന്നെയും നമ്മൾ എടുക്കുന്ന സാധനം എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ്. സോ തീർച്ചയായിട്ടും മൊബൈൽ ഫോണിനകത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എവിടെയൊക്കെ തൊട്ടുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളൊരു ഹാൻഡ് ഷേക്ക് കൊടുത്തു തന്നെ വയ്ക്കാം. അതിനുശേഷം ചിലപ്പോൾ അടുത്ത് നമ്മളൊരു കോളിന് വേണ്ടി ഫോൺ എടുക്കുന്നതായിരിക്കും. പക്ഷേ വീട്ടിൽ വന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, വൃത്തിയെ കൈയൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കയ്യിൽ വൈറസ് ഒന്നുമില്ലാണ്. പക്ഷേ തീർച്ചയായിട്ടും അടുത്ത സെക്കൻഡിൽ തന്നെ നിങ്ങൾ അടുത്തൊരു ഇമെയിൽ ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു SMS അയക്കാനോ എടുക്കുന്നത് നിങ്ങളുടെ സ്വന്തം മൊബൈൽ ഫോൺ തന്നെയാണ്. സോ അതിൽ വൈറസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്താനാണ് ആപ്പിൾ ഇങ്ങനൊരു സംഭവം കൊണ്ടുവരേണ്ടത്. ഒരു സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആൽക്കഹോൾ കണ്ടന്റുള്ള എന്തെങ്കിലും സാധനം വെച്ച് ക്ലീൻ ചെയ്യാനായിട്ട് അവർ പറയുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായിട്ടും മൊബൈൽ ഫോണിലൂടെ കൊറോണ വൈറസ് പകരും. പ്രത്യേകിച്ച് നിങ്ങൾ ഒരുപാട് മൊബൈൽ ഫോൺ പ്രൊട്ടക്ഷൻ, ഇപ്പോൾ ഒരുപാട് ബാക്ക് കേസും കാര്യങ്ങളും, ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ബാക്ക് കേസ്, അതുകൂടാതെ ഗുറില്ല സ്റ്റിക്കേഴ്സ്, അങ്ങനെ പലതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലേക്ക് ജേംസോ വൈറസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ അത് കൂടുതൽ കോംപ്ലക്സിറ്റിയിലേക്ക് മാറണം അതിൻ്റെ ക്ലീനിങ് പ്രോസസ് എന്ന് പറയുന്നത്. മറ്റേത് നോർമൽ ഫോൺ യൂസ് ചെയ്യുന്ന പറയുന്നത് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ രീതിയിൽ വേണമെങ്കിൽ പറയാം, ഒരു ടെമ്പറേച്ചറിന് മുകളിൽ ഒരിക്കലും കൊറോണ വൈറസ് ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. നമ്മുടെ ഫോണ് നമ്മൾ ഉപയോഗിക്കില്ലേ, ടെമ്പറേച്ചർ നമ്മുടെ ഫോണിൻ്റെ എങ്ങനെയാണ് പോകുക നമുക്കറിയാം. അപ്പോൾ ഒരിക്കലും ഒരു കൊറോണ വൈറസിൻ്റെ ഒരു പൊടി പോലും ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല നമ്മുടെ ഉപയോഗിക്കില്ല. എങ്കിൽ അത് നമുക്കൊരു ഫണ്ണി വേല നമുക്ക് പറയാവുന്നതാണ്. എങ്കിലും നമ്മൾ കെയർഫുൾ ആയിരിക്കുക, നമ്മുടെ ഫോണിനെ നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക. അത് നമുക്ക് നല്ല ഉപയോഗം തന്നെയായിരിക്കും. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഉപകാരപ്രദമാകുമെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ സുഹൃത്തുക്കളുമായി വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ചെറിയ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. സൗജന്യമാണ്. സോ അടുത്ത വീഡിയോയിൽ വളരെ വേഗം തന്നെ കാണാം. ഇതുവരെ ഗുഡ് ബൈ.